ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഡ്രോപ്പ് നടത്തിയതിന്, ബിസിനസ്സിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണതിന്, ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച ബിസിനസ് ഡ്രോപ്പ് ഉണ്ടാക്കിയതിന് ഗിന്നസ് ബുക്ക് വേൾഡ് റെക്കോർഡുള്ള ആണ്. അപ്പൊ ജയിക്കുന്ന ആളുകൾ ജയിച്ചു മാത്രമല്ല പോവാറ്, തോൽക്കാറുമുണ്ട് അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ കൊടീശ്വരന്റെ പേരിൽ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഡ്രോപ്പും വേൾഡ് റെക്കോർഡായിട്ട് കിടക്കുന്നത്. പക്ഷെ അവർക്കും നമുക്കും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അവര് വീണെടുത്തുനിന്ന് വീണ്ടും എണീറ്റ് ഓടും. നമ്മൾ വീണ നാട്ടുകാരെയും ഗവൺമെന്റിനെയും വീട്ടുകാരൊക്കെ ശപിച്ച് അവിടെ തന്നെ കിട്ടും. മോട്ടിവേറ്റഡ് ആവണം എന്ന് കുറെ ട്രെയിനർമാര് പറഞ്ഞു നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി, അവരറിയാതെ പറഞ്ഞതിന് വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി നിങ്ങളോട് മാഫി ചോദിക്കുന്നു. യു ആർ നോട്ട് സപ്പോസ് ടു ബി മോട്ടിവേറ്റഡ്. പ്രശ്നം, മോട്ടിവേഷൻ പ്രശ്നം എന്താ അറിയോ? നിങ്ങളൊരു ബിസിനസ് സ്ട്രാറ്റജി നിങ്ങളുടെ ബിസിനസ്സിൽ ചെയ്തു, നിങ്ങൾ തോറ്റു, നിങ്ങൾ വിട്ടുകൊടുക്കൂല, വീണ്ടും അത് ചെയ്യും. ശരിയല്ലേ? തോൽക്കും, പിന്നെ എന്ത് ചെയ്യണം? വീണ്ടും ട്രൈ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? തോൽക്കും, വീണ്ടും ട്രൈ ചെയ്യണം. തോൽക്കും, വീണ്ടും ട്രൈ ചെയ്യണം. അതാണ് ഒരുവിധം എല്ലാ ട്രെയിനേഴ്സും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചെയ്യരുത്. ഒരു പ്രാവശ്യം ചെയ്യുക, ട്രൈ ചെയ്യുക, തോറ്റു നിങ്ങള്, വീണ്ടും ചെയ്യരുത്. കാരണം എന്തുകൊണ്ടാ തോറ്റത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വീണ്ടും അത് ചെയ്താൽ ഏതോ തെറ്റ് ചെയ്ത് നിങ്ങൾ തോറ്റ ആ തെറ്റ് തന്നെയാണ് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോണത്. ശരിയാണോ? അപ്പോ ചെയ്തു, വീണു, തോറ്റു, സമ്മതിച്ചു. എന്തുകൊണ്ട് തോറ്റു എന്ന് മനസ്സിലാക്കുക, വീണ്ടും ട്രൈ ചെയ്യരുത്. മനസ്സിലാക്കിയാലും ട്രൈ ചെയ്യരുത്. കാരണം എന്താ? മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. മൂന്നാമത്തെ സ്റ്റെപ്പ്, മാറ്റങ്ങൾ വരുത്തുക. എന്ത് കാരണമാണ് മാറ്റേണ്ടത്? എന്താണ് മാറ്റേണ്ടത്? മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റിയെടുക്കുക. അപ്പൊ എന്തുണ്ടാവും? പുതിയൊരു പ്ലാൻ കിട്ടും. വീണ്ടും ട്രൈ ജയിച്ചു. അപ്പൊ ചെയ്ത തെറ്റുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആണെന്ന് പറയുന്നത് ഒരു മണ്ടനാശയല്ലേ? ഇതിപ്പോ അത്ര വലിയ സംഭവം ഒന്നല്ല. നമ്മുടെ വീട്ടമ്മമാര് ചെയ്യുന്ന പരിപാടിയാണ്. നിങ്ങൾ ഇവിടുത്തെ സ്ത്രീകളോട് ചോദിച്ചു നോക്കി. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊരു സാമ്പാർ ഉണ്ടാക്കി, എന്തോ കഷ്ടകാലത്തിന് അത് സാമ്പാറായില്ല, സാമ്പ് 4 വരെ ആയുള്ളൂ. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇതിനെന്തോ ഒരു വശപ്പശകുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? ആ ചട്ടിയോടെ എടുത്ത് കളഞ്ഞ് പുതിയ സാമ്പാർ വെക്കുമോ? ഇല്ല. നിങ്ങൾ അതെടുത്ത് ചില പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തും. നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടാണ്ടാവുമ്പോ നിങ്ങളുടെ വീട്ടിൽ വലിയൊരു ഷെഫില്ലേ, ഭയങ്കരമായിട്ട് സാമ്പാർ ഉണ്ടാക്കുന്ന ഒരാള്, നിങ്ങളുടെ ഭർത്താവ് ജീവിതത്തിൽ അവൻ ചെയ്ത് സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ല. അയാളുടെ അടുത്ത് ഒരു കയ്യിലായിട്ട് ചെല്ലും, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കോ, ഇത് എന്താ കുറവെന്ന് നോക്കോ. അയാൾ ടേസ്റ്റിംഗ് ഒക്കെ കണ്ടാൽ തോന്നും ഞാൻ ഏതോ എക്സിക്യൂട്ടീവ് ഷെഫ് ആയിരുന്നു. ഒരു കോപ്പറിയില്ല അയാൾക്ക്. എന്നിട്ട് അയാൾ പറയും ഇതിൽ കായത്തിന്റെ പൊടി ഇത്തിരി കുറവുണ്ട്. അപ്പൊ ഈ വൈഫ് പറയും അതൊന്നല്ല, വെറുതെ വായി ഒന്ന് വിളിച്ചു പറയാ എന്നൊക്കെ പറഞ്ഞ് ഇവര് പോയി അത് കണ്ടുപിടിച്ച് അതിൽ എന്താണ് പ്രശ്നം നോക്കി വീണ്ടും ട്രൈ ചെയ്തപ്പോ സാമ്പ് 4, സാമ്പ് 5 കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്തപ്പോ സാമ്പ് 6 ഇനി സാമ്പ് 6 ആയില്ലെങ്കിൽ സാമ്പ് 5 പരിപാടി നിർത്തിയിട്ട് പറയും ഇത് ഇങ്ങനെയാണ്. അപ്പൊ ഭർത്താവ് ചോദിക്കുന്നത് നിന്റെ കറി ഇതൊരു പ്രത്യേക തരം കറിയാണ്, സാമ്പാർ പോലെ ഉണ്ടല്ലോ. പോലെയാണ്, പക്ഷെ സാമ്പാറല്ല, അത് വേറെ സാധനം. ഇത് നോർത്ത് ഇന്ത്യൻ മുഗാൾ സ്റ്റൈലിലുള്ള ഒരു സാധനം. നമ്മള് പിന്നെ കുടുംബസമാധാനം നല്ലതിന് അതിനോട് അത് നിന്നിട്ട് വിളിച്ചു പോകും. ഹോട്ടലുകൾ ഊണ് പോലെയാണ് നമ്മുടെ നാട്ടില് അല്ലേ? ഇത് തന്നെയാണ് ഇവിടെ വേണ്ടത്. അപ്പോ ഫൈനൽ ടോപ്പിലേക്ക് കിടക്കുന്നു. നിങ്ങൾ ഇത്രയും നേരം കണ്ട സ്ഥിതിക്ക് 4 വെച്ചുള്ള വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോവാണ്. കുറെ നേരമായി അയാളാണ് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ ഇതെല്ലാവർക്കും ഉള്ളതാണ്. 4 വെച്ചുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നം തരും. ആദ്യത്തെ വെച്ച വാക്ക് മനസ്സിലാക്കുക. നിങ്ങളുടെ കച്ചവടം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏറ്റവും പ്രോഫിറ്റ് കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഏതാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് നിങ്ങളുടെ ബിസിനസ് കൊണ്ടുപോകാൻ എന്തൊക്കെ ചേഞ്ചുകളാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഫോൾട്ടുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. കോമ്പറ്റീറ്ററിന്റെ ശക്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. കോമ്പറ്റീറ്ററിന്റെ ശക്തി അറിഞ്ഞാലേ അവന്റെ വീക്ക്നെസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ കമ്പനിയിൽ വരുത്തിയാലേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ വെച്ചിട്ടുള്ള വാക്ക് മനസ്സിലാക്കുക. രണ്ടാമത്തെ വെച്ചിട്ടുള്ള വാക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ മാറ്റിയെടുക്കേണ്ടി വരും. ഒരിക്കലും സമയം കഴിഞ്ഞിട്ടില്ല ബ്രോ, തോന്നലാണ്. സമയം കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് KFC. സമയം കഴിഞ്ഞിട്ടില്ല. ലോകത്തിലെ 10ാമത്തെ കോടീശ്വരന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു അത്രേ 2 വർഷങ്ങൾക്ക് മുമ്പ്.
സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആരാന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, സ്വന്തമായി എണീറ്റ് നിന്ന് ബെഡിൽ നിന്ന് ഇറങ്ങിപ്പോയി ബാത്റൂമിൽ പോയി പ്രഭാത കർമ്മങ്ങൾ ചെയ്ത് തിരിച്ചു വരാൻ കഴിയുന്നവൻ ആരോ അവൻ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യനായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഇയാള് 14 കൊല്ലമായിട്ട് കിടന്ന കിടപ്പാണ്. കുറെ കാശുണ്ടെങ്കിൽ വീട് വെക്കാം, കുടുംബം ഉണ്ടാക്കാൻ പറ്റില്ല. കുറെ കാശുണ്ടെങ്കിൽ കാർ വാങ്ങാം, ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റൂല. കാശുണ്ടെങ്കിൽ ബെഡ് വാങ്ങാം, എമ്മാ ബെഡൊക്കെ വാങ്ങാം, ഉറക്കം കിട്ടൂല കാശ് കൊടുത്താൽ. ഭക്ഷണ സാധനങ്ങൾ കാശ് കൊടുത്താൽ വാങ്ങാം, വിശപ്പ് വാങ്ങാൻ കിട്ടൂല. ശരിയാണോ? മാറ്റിയെടുക്കുക. ചില കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കേണ്ടി വരും, ചില വിശ്വാസങ്ങൾ മാറ്റിയെടുക്കേണ്ടി വരും, ചില സ്കില്ലുകൾ മാറ്റിയെടുക്കേണ്ടി വരും. രണ്ടാമത്തെ മാവച്ചുള്ള വാക്ക് മാറ്റിയെടുക്കുക. മൂന്നാമത്തെ മാവച്ചുള്ള വാക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചില സാധനങ്ങൾ, ചില തടസ്സങ്ങൾ വരും. അതിനെ മറികടക്കണം. അതിനെ മറികടക്കണം. എന്താ നിങ്ങളുടെ വളർച്ചയെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം കണ്ടുപിടിക്കുക, മനസ്സിലാക്ക്. അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റിയെടുക്ക്. ബ്ലോക്കുകൾ വന്നാൽ മറികടക്ക്. അതിന് മറികടക്കാനുള്ള മാർഗം എന്താന്ന് നോക്കുക. അവിടെ ഉണ്ടാവും ഉറുമ്പുണ്ട്. ഉറുമ്പിനെ കണ്ടിട്ടില്ലേ? ഉറുമ്പിനാണോ ബുദ്ധി കൂടുതൽ, നിങ്ങൾക്കാണോ ബുദ്ധി കൂടുതൽ? ഉറുമ്പിന്റെ അത്രയെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ, ഉറുമ്പിന്റെ വലിപ്പം തന്നെ വളരെ ചെറുതാണ്, ഉറുമ്പിന്റെ ബുദ്ധിയൊപ്പം എന്തോരായിരിക്കും? വളരെ ചെറുതായിരിക്കും. എന്താ ഉറുമ്പിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റാത്തെ? ഉറുമ്പ് ഇങ്ങനെ പോണ സമയത്ത് നമ്മളിങ്ങനെ ചുമരുമ്പോ വരച്ച് കളിച്ചിട്ടില്ലേ? ഗ്യാപ്പ് കാണും, ഒരു ഒറ്റ വര. അപ്പൊ അവരുടെ ആ സെൻസ് ചെയ്യുന്ന ആ ഒരു, ഇവരുടെ ശരീരത്തിൽ നിന്ന് ഒരു ലിക്വിഡ് പോകണ്ടല്ലോ, ആ സെൻസ് ചെയ്യുന്ന സാധനം കട്ടാവും. കട്ടാവുന്ന സമയത്ത് കുറച്ച് നേരത്തേക്ക് ഒന്ന് പരിഭ്രാന്തി ഉണ്ടാവും. പക്ഷെ അത് കഴിയുമ്പോൾ അവൻ അടുത്ത റൂട്ട് കണ്ടുപിടിച്ചിട്ടാവും, അത് കയറി പോയിട്ടുണ്ടാവും. ഉറുമ്പിന്റെ ബുദ്ധിയെങ്കിലും ബിസിനസ്സിൽ കാണിക്കുക. തടസ്സം വന്നാൽ അതിന് മറ്റൊരു വഴി അവിടെ ഉണ്ട് ഈ ലോകത്ത്. ശരിയാണോ? മറികടക്ക്. അപ്പൊ മനസ്സിലാക്കുക, മാറ്റിയെടുക്കുക, മറികടക്കുക. എന്നിട്ടും നടപടി ആയില്ലെങ്കിൽ നാലാമത്തെ വജ്രായുധം എടുക്കുക. മറന്നുകളയുക. യോഗ ഡ്യൂട്ടിയെ മറന്നു കളയുക. മറന്നു കളയുക എന്നുള്ളത് ഉദ്ദേശിച്ച പ്രൊജക്ട് ക്യാൻസൽ ചെയ്യണമെന്നല്ല കേട്ടോ. ചില പ്രശ്നങ്ങൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളാണ് നമ്മളെ ബാക്കിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അമ്മായിയും മരുവോടും തമ്മിൽ പൊരിഞ്ഞടിയത്, അടി ഭയങ്കര അടിയായി. അങ്ങനെ അവസാനം പിടിച്ചു മാറ്റി വാർഡ് മെമ്പറൊക്കെ വന്ന് ആകെ സീനായി. എന്താ പ്രശ്നം ചോദിച്ചപ്പോ അമ്മായിമ്മ പറയാത്രേ, ഇവള് 21 കൊല്ലം മുമ്പ് ഹിപ്പോപ്പൊട്ടാമസ് എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ചോദിച്ചു, അതിന് ഇപ്പോഴാണോ വഴക്ക് ചോദിച്ചപ്പോ പറയാ, ഇപ്പോഴല്ലേ നമ്മൾ കാഴ്ചബംഗ്ലാവിൽ പോയത്, ഇപ്പോഴല്ലേ ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടത്, ഇത്രയും വൃത്തികെട്ട ഒരു ജീവി, അതിന്റെ മോന്തൊക്കെ കാണണം. എന്താ മനസ്സിലായേ? 21 കൊല്ലം ഈ ഹിപ്പോപ്പൊട്ടാമസ് ആ അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ കൂടുകയും അല്ലേ. ഒരു സ്വാമിയും 3 ശിഷ്യന്മാരും കൂടി ഇങ്ങനെ നടന്നു പോയിരുന്നു. നടന്ന് ഇങ്ങനെ കാട്ടിൽ കിടക്കുന്ന ഒരു പൂവല്ലോ, മറ്റേ എക്സ്കർഷൻ, പഠനയാത്ര, അങ്ങനെ പോവായിരുന്നു. പോണ സമയത്ത് ഈ ഒരു പുഴയുടെ തീരത്തെത്തി. പുഴയുടെ തീരത്തെത്തിയപ്പോ സുന്ദരിയായ പെൺകുട്ടി. സുന്ദരി എന്ന് പറഞ്ഞാൽ ക്ലാസ് നമ്മൾ വേണമെങ്കിൽ വൈശാലി സിനിമ പെണ്ണായിക്കോട്ടെ, നിങ്ങൾക്ക് വിഷൽ കിട്ടാൻ അങ്ങനത്തെ ഒരു പെണ്ണ് അവിടെ നിൽക്കട്ടെ. വിഷൽ കിട്ടിയല്ലോ അല്ലെ, ബാക്കിലൊക്കെ കിട്ടി. അപ്പോ ഈ സ്വാമി ചോദിച്ചു, എന്താ പ്രശ്നം ചോദിച്ചു. എനിക്കിതൊക്കെ പുഴ മുറിച്ച് കിടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇയാള് പറഞ്ഞു, എന്നാ എന്റെ തോളത്ത് കയറിക്കോ. അങ്ങനെ ഈ പെണ്ണ് ഇങ്ങനെ കാലിട്ടിട്ട് തോളത്ത് കയറിയിരുന്നു. ഇയാള് പുഴ കിടത്തിക്കൊടുത്തു. പെണ്ണിനെ അവിടെ ഇറക്കി. സ്വാമി പിന്നീ നടക്കാൻ പോകും. ബാക്കിൽ 3 എണ്ണം ഭയങ്കര ചർച്ച. ഇയാളെന്ത് ആ പെണ്ണിനെ, ഇയാള് ബ്രഹ്മചാരിയാണ്, കോപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പണിയാണ് ഇയാൾ കാണിക്കുന്നതൊക്കെ ഭയങ്കര ചർച്ച. കുറെ ദൂരം കഴിഞ്ഞപ്പോ ഇവരുടെ ഈ കുശുപ് കേട്ടപ്പോ സ്വാമി തിരിഞ്ഞിട്ട് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അപ്പൊ ഒരു നല്ല ഡിസൈപ്പിൾ ഉണ്ട്, ഒരു നല്ല ശിഷ്യൻ. അയാൾ പറഞ്ഞു, അല്ല സ്വാമി, നിങ്ങൾ ഈ ചെയ്തത് ശരിയാണോ? ആ പെണ്ണിനൊക്കെ എടുത്ത് തോളത്ത് കയറ്റി വെച്ച് നടന്ന് നമ്മുടെ മറ്റു സ്വാമിമാര് കണ്ടാലുള്ള വിഷമം. അപ്പൊ ആള് ചോദിച്ചു, എടാ ഞാൻ ആ പെണ്ണിനെ കുഴപ്പമില്ല, നിങ്ങൾ ഇതുവരെ ഇറക്കിയിരുന്നു. ഇങ്ങനെ ഞാൻ ആ പെണ്ണിനെ ആ പുഴയുടെ കടവിൽ ഇറക്കി വിട്ടു, നിങ്ങൾ ഇപ്പോഴും അതിന് തോളിൽ വെച്ച് നടക്കുക. ചിലതൊക്കെ മറന്നു കളയണോ അല്ലെ, കഴിയും. അപ്പൊ ഇതെല്ലാം കൂടി ചേരുമ്പോ, ഈ 4 മായും കൂടി ചേരുമ്പോ സംഗതി ക്ലിയർ ആവും. ഒന്നുകൂടി പറഞ്ഞേ, മനസ്സിലാക്കുക, മാറ്റിയെടുക്കുക, മറികടക്കുക, മറന്നു കളയുക. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.